എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 48-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 48. അഹ സുതേ സവ്യം തവ നയനമർക്കാത്മകയാ ത്രിയാമാം വാമം തേ സൃജതി രജനീനായകതയാ തൃതീയാ തേ ദൃഷ്ടിർ ദരദളിതഹേമാംബുജരുചി സമാധത്തെ സന്ധ്യാം ദിവസനിശയോരന്തരചരീം. ഒന്നുകൂടെ പറയാം. അഹസുതേ അസവ്യം തവ നയനം അർക്കാത്മകതയാ ത്രിയാമാം വാമം തേ സൃജതി രജനീനായകതയാ തൃതീയാ തേ ദൃഷ്ടി ദരദലിത ഹേമാംബുജരുചി സമാധത്തെ സന്ധ്യാം ദിവസനിശയോരന്തരചരീം. ഇനിയുള്ള ശ്ലോകങ്ങളിൽ ദേവിയുടെ കണ്ണുകളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഇനിയും ഒരു 10 ശ്ലോകങ്ങളിൽ ദേവിയുടെ കണ്ണുകളുടെ വിശേഷമാണ്, സവിശേഷമായ കണ്ണുകളുടെ വർണ്ണനയാണ്. അല്ലയോ മഹാദേവി, നിൻ തിരുവടിയുടെ വലത്ത് കണ്ണ് സൂര്യരൂപമാകൊണ്ട് പകലിനെ ഉണ്ടാക്കുന്നു. ഇടത്ത് കണ്ണ് ചന്ദ്രരൂപമാകയാൽ രാത്രിയെ ഉണ്ടാക്കുന്നു. അല്പം വിടർന്ന സ്വർണ്ണത്താമരപ്പൂവിൻ്റെ കാന്തിയോടുകൂടിയ മൂന്നാമത്തെ കണ്ണ് പകലിൻ്റെയും രാത്രിയുടെയും മധ്യേയുള്ള സന്ധ്യയെയും ഉണ്ടാക്കുന്നു. അപ്പോൾ ദേവിക്ക് 3 കണ്ണുകളാണുള്ളത്. ത്രിനയനയാണ് ദേവി. ആ ത്രിനയനത്തിൽ ഒന്ന് അല്ലയോ മഹാദേവി, നിൻ തിരുവടിയുടെ വലത്ത് കണ്ണ്, നിൻ തിരുവടി ദേവിയുടെ വലത്ത് കണ്ണ് സൂര്യരൂപമാണ്. സൂര്യരൂപമായതുകൊണ്ട് ആ വലത്തെ കണ്ണ് എന്തിനെ ഉണ്ടാക്കുന്നു? പകലിനെ ഉണ്ടാക്കുന്നു. ഇടത്ത് കണ്ണ് ചന്ദ്രരൂപമാണ്. ആ ചന്ദ്രരൂപമാകയാൽ രാത്രിയെ ഉണ്ടാക്കുന്നു. അല്പം വിടർന്ന സ്വർണ്ണത്താമരപ്പൂവിൻ്റെ ശോഭയോട് കൂടിയ കാന്തിയോട് കൂടിയ മൂന്നാമത്തെ കണ്ണ് പകലിൻ്റെയും രാത്രിയുടെയും മധ്യേയുള്ള സന്ധ്യയെയും ഉണ്ടാക്കുന്നു. അപ്പോൾ ദേവിയുടെ 3 കണ്ണുകളാണ് പകലും രാത്രിയും സന്ധ്യയും, പകലിൻ്റെയും രാത്രിയുടെയും ഇടയ്ക്കുള്ള സന്ധ്യയും ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേവി ഈ 3 കണ്ണുകൊണ്ടാണ് ഈ ലോകത്തുള്ള എല്ലാവരെയും നോക്കി പരിപാലിക്കുന്നത്. അപ്പോൾ ദേവിയുടെ ഈ 3 കണ്ണുകളും ഈ ലോകത്തുള്ള സകലരെയും തൻ്റെ തൃക്കണ്ണുകൊണ്ട് നോക്കി അനുഗ്രഹിച്ച് അവരെ ഓരോരുത്തരെയും കാണത്തക്ക പോലാണ് ദേവി പകലിനെ കൊടുക്കുന്നു. അത് ദേവി പ്രപഞ്ചത്തിൽ പകലിനെ ഉണ്ടാക്കുന്നത് ദേവിയുടെ വലത്ത് കണ്ണാണ്. കാരണം ദേവിയുടെ വലത്ത് കണ്ണ് എന്ന് പറയുന്നത് സൂര്യരൂപമാണ്. അപ്പോൾ ദേവിയുടെ ഇടത്തെ കണ്ണ് ചന്ദ്രരൂപമാകയാൽ അത് രാത്രിയെ ഉണ്ടാക്കുന്നു. അപ്പം അല്പം വിടർന്ന സ്വർണ്ണത്താമരപ്പൂവിൻ്റെ കാന്തിയോട് കൂടിയ മൂന്നാമത്തെ കണ്ണ് അതെവിടെയാണ്? നെറ്റിയിലാണ്. ആ നെറ്റിയിലുള്ള മൂന്നാമത്തെ കണ്ണ് പകലിൻ്റെയും രാത്രിയുടെയും മധ്യേയുള്ള സന്ധ്യയും ഉണ്ടാക്കുന്നു. അപ്പം ശ്രീദേവിയുടെ 3 കണ്ണുകൾ സൂര്യചന്ദ്രാഗ്നി സ്വരൂപങ്ങളാകുന്നു. അപ്പോൾ ദേവിയുടെ മൂന്നാമത്തെ കണ്ണെന്ന് പറയുന്ന അഗ്നിയാണ്. അതാണിവിടെ ശ്രീദേവിയുടെ 3 കണ്ണുകൾ സൂര്യ ചന്ദ്ര അഗ്നി സ്വരൂപങ്ങളാകുന്നു. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അഗ്നിയുടെയും സ്വരൂപങ്ങളാകുന്നു. അതുകൊണ്ട് പകലും രാത്രിയും അഗ്നിഹോത്ര സാധ്യതകളായ പ്രാതസായ സന്ധ്യകളും ഉണ്ടാകുന്നതിന് കാരണം ഈ കണ്ണുകൾ തന്നെയാണ്. അപ്പം രാത്രി പകൽ സന്ധ്യ ഈ രൂപങ്ങളോട് കൂടിയ ദിനത്തെയും ദിവസവും രാത്രിയും, അതായത് പകലും രാത്രിയും ഒക്കെ ഉണ്ടാക്കുന്ന ഈ ദേവിയുടെ നയനങ്ങളാണ്, ദേവിയുടെ കണ്ണുകളാണ്. അപ്പോൾ ദേവിയുടെ ശ്രീ മഹാദേവിയുടെ ഏകാവയവമായ നേത്രം, ദേവിയുടെ ആ നേത്രം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് പകലും രാത്രിയും സന്ധ്യയും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ത്രിലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് പ്രകാശവും ചൂടും തണുപ്പും ഒക്കെ കൊടുക്കുന്നത് ഈ ദേവിയുടെ ഈ കണ്ണുകളാണ്. അപ്പം വീണ്ടും പറയുകയാണ്, അല്ലയോ മഹാദേവി, നിൻ തിരുവടിയുടെ വലത്ത് കണ്ണ് സൂര്യരൂപമായതുകൊണ്ട് പകലിനെ ഉണ്ടാക്കുന്നു. ഇടത്ത് കണ്ണ് ചന്ദ്രരൂപമായതുകൊണ്ട് രാത്രിയെ ഉണ്ടാക്കുന്നു. സ്വർണ്ണത്താമരപ്പൂവിൻ്റെ കാന്തിയോട് കൂടിയ മൂന്നാമത്തെ കണ്ണ്
പകലിൻ്റെയും രാത്രിയുടെയും മധ്യേയുള്ള സന്ധ്യയും ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ത്രിഭുവനത്തെ കാത്തു രക്ഷിക്കുന്നതിന് വേണ്ടി, അപ്പം ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും തൻ്റെ മക്കളെ കാണേണ്ടിയിട്ട് 3 കണ്ണുകൾ കൊണ്ടാണ് ദേവി എല്ലാവരെയും തൻ്റെ മക്കളെയൊക്കെ കാണുന്നത്. അപ്പോൾ തൻ്റെ മക്കൾക്ക് പ്രകാശമാണെങ്കിൽ പ്രകാശം കൊടുക്കും, ഇരുട്ടാണ് വേണ്ടെങ്കിൽ ഇരുട്ട് കൊടുക്കും, അതുപോലെ തണുപ്പാണ് വേണ്ടതെങ്കിൽ തണുപ്പ് കൊടുക്കും. ചൂടും തണുപ്പും ഇതെല്ലാം ആരാണ് കൊടുക്കുന്നത്? ദേവിയാണ്. അപ്പോൾ ത്രിനയനങ്ങളുള്ള ദേവി, അങ്ങനെയുള്ള ദേവി എന്താ പറയുക, നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുന്ന ആ അമ്മയുടെ ദൃഷ്ടി നമ്മളിൽ ഓരോരുത്തരിലും പതിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.